എല്ലാവർക്കും നമസ്കാരം. പെട്രോൾ, ഡീസൽ എന്നിവയുടെ അധിക എക്സൈസ് തീരുവ കുറച്ച് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു 10 രൂപ വെച്ച് പെട്രോളിനും 10 രൂപ ഡീസലിനും കുറച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നടപടി സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധ ആശ്വാസവും നൽകാത്തതും, മറിച്ച് പെട്രോളിയം കമ്പനികൾക്ക് ലാഭം ഉറപ്പാക്കുന്ന നിയമവുമാണെന്ന് അല്ലെങ്കിൽ നീക്കവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷം ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഇന്ധനത്തിൻ്റെ വില കൂടി. ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തമായി ക്രൂഡ് ശേഖരമുള്ള, സ്വന്തമായി അവനവൻ്റെ രാജ്യത്തുനിന്ന് കുഴിച്ചെടുക്കുന്ന കാനഡയിൽ പോലും 30% ഇന്ധന വില കൂടി. ഇസ്രയേലിൽ 18% വില കൂടി. അമേരിക്കയിൽ ഭയങ്കരമായ സ്റ്റോക്കുണ്ട് എന്ന് പറയുന്ന അമേരിക്കയിൽ 20% കൂടി. പാകിസ്ഥാനിൽ അത് 25% കൂടി. ചൈനയിൽ അത് 20% കൂടി. ശ്രീലങ്കയിൽ അത് 34% കൂടി. പക്ഷേ എൻ്റെ അറിവിൽ ഇന്ന് വരെ ഇന്ത്യയിൽ അത് 1 രൂപ പോലും കൂടിയില്ല. ഒരു പരിധിവരെ ലോകത്തിൽ ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയ പിന്നെ ഇന്ധന വില കൂടാത്ത ഒരേ ഒരു രാജ്യമായിരിക്കും ഇന്ത്യ. പക്ഷേ അത് ഇന്ധനവില കൂടാതെ നോക്കിയത് പെട്രോളിനും ഡീസലിനും ഉള്ള അധിക തീരുവയ്ക്കകത്ത് നിന്ന് ഒരു 10 രൂപ വെച്ച് കുറച്ച് കേന്ദ്രം എടുത്ത നടപടി കൊണ്ട് ജനത്തിന് യാതൊരു ഗുണവും ഉണ്ടാകുകയില്ലെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. ഞാൻ ചോദിക്കുക, ഇയാൾ ഈ രാജ്യത്തെങ്ങും അല്ലേ ജീവിക്കുന്നത്? ഈ കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്ന് പറഞ്ഞയാൾ ഇയാൾ ഈ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ എം പിമാരിൽ ഏറ്റവും മരമണ്ടൻ ആരാന്ന് ചോദിച്ചാൽ ഒരു തർക്കവും ഇല്ലാതെ പറയാൻ പറ്റും, അത് കൊടിക്കുന്നിൽ സുരേഷാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് ലോകം മുഴുവൻ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഇന്ധന വില കൂടിയിട്ടുണ്ടെന്നാണ്. ഒന്നെങ്കിൽ പത്രങ്ങൾ പറയുന്നത് തെറ്റാ, അല്ലെങ്കിൽ ഇന്ധന വില കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബാരലിന് 110 രൂപ വരെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ എക്സൈസ് തീരുവയിൽ നിന്ന് 10 രൂപ വെച്ച് കുറച്ച് വിലവർധന തടഞ്ഞത്. ദീപിക പത്രത്തിൻ്റെ അഭിപ്രായത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെട്ടെന്നുള്ള വിലവർധന തിരിച്ചടിയാകും എന്നറിഞ്ഞിട്ടാണ് എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള കേന്ദ്ര തീരുമാനം. വേറൊരു ഭാഗത്തൂടെ പറയുക, എക്സൈസ് തീരുവ കുറയ്ക്കുക എന്നത് ആഖ്യാനത്തിൽ മാത്രമാണെന്നും യാഥാർത്ഥ്യത്തിൽ അല്ലെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, ലോകം മുഴുവൻ പെട്രോളിനും ഡീസലിനും വില കൂടിയില്ലേ? ഇന്ത്യയിൽ ഇതുവരെ കൂടാതെ ഗവൺമെൻറ് നോക്കിയില്ലേ? ഏപ്രിൽ 30 വരെ ആണ് ഇത് ഉദ്ദേശിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 7 പ്രാവശ്യം വിവിധ സന്ദർഭങ്ങളിൽ ആഗോള ക്രൂഡ് വില കുറഞ്ഞപ്പോഴും ഇന്ത്യയിലെ ഇന്ധന വില കുറച്ചിട്ടില്ലെന്ന് വേറൊരു വിദ്വാൻ ജയറാം രമേശ്. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് എവിടെ ആയിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണെന്നല്ലേ അവർ പറയുന്നത്. അവരെവിടായിരുന്നു? ഈ 7 പ്രാവശ്യം ഇങ്ങനെ വിവിധങ്ങളായ സാഹചര്യത്തിൽ ഇത് കുറഞ്ഞപ്പം, ക്രൂഡിൻ്റെ വില കുറഞ്ഞപ്പം ഇന്ധന വില കുറപ്പിക്കാനായിട്ടൊക്കെ അല്ലേ ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ പോകുന്നത്? നിങ്ങൾ അവിടെ കിടന്ന് സമരം ചെയ്യണമായിരുന്നു, മരണം വരെ സത്യാഗ്രഹം എടുക്കണമായിരുന്നു. എന്നാ പോകാഞ്ഞത്? എന്നാ ചെയ്യാഞ്ഞത്? സത്യത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ദേശിച്ചത് എന്താ? എക്സൈസ് തീരുവ കുറയ്ക്കരുതെന്നായിരുന്നോ? അതോ ഇന്ധനത്തിൻ്റെ വില കൂട്ടണമെന്നാണോ? എന്താ ഈ കൊടിക്കുന്നിൽ സുരേഷ് ഇതിനകത്തുനിന്ന് ഉദ്ദേശിച്ചത്? എന്നാൽ ന്യായമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണെങ്കിൽ ഏപ്രിൽ 30 വരെയെങ്കിലും പൊതുജനത്തിന് പരമാവധി നിലവിലുള്ള വിലയ്ക്ക് അത് കിട്ടട്ടെ എന്ന് വെക്കുന്നതല്ലേ മര്യാദ? ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2024 ഏപ്രിൽ മാസം നമ്മൾക്ക് കിട്ടാവുന്ന ഒരു വലിയ ഹൈവേ കേരളത്തിനുണ്ടായിരുന്ന, അതായത് അങ്കമാലിയിൽ നിന്ന് തൊടുപുഴ എരുമേലി വഴി തിരുവനന്തപുരം അടുത്ത് ചെന്ന് കയറുന്ന ഒരു ഹൈവേ ഉണ്ടായിരുന്നു. ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് ഹൈവേ എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് ഹൈവേ സംസ്ഥാനത്തിന് വേണ്ടെന്ന് 2024 ഏപ്രിൽ പോയി എഴുതി കൊടുത്തതിൻ്റെ നേതാവ്, എം പിമാരുടെ സംഘത്തിൻ്റെ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു.
അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള 19 എണ്ണവും കൂടിയിട്ടുണ്ട്. ഈ 19 എണ്ണത്തിൻ്റെ നേതാവായിട്ട് പോയത് ഈ കൊടിക്കുന്നിൽ സുരേഷാണ്. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ദേശിക്കുന്നത് ഈ മധ്യ കേരളത്തിൽ, അതായത് എറണാകുളം അങ്കമാലി ഇങ്ങോട്ട് പോന്നാൽ എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശത്തൂടെ വന്നാൽ അത് ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, അങ്ങനെ എല്ലാ ജില്ലകളും കയറി ഇറങ്ങി പോകുന്ന ഒരു ഹൈവേ ഇതിലൂടെ വന്നാൽ അവരുടെ എല്ലാം ബിനാമി ആളുകളുടെ സ്ഥാപനങ്ങളുള്ള MC റോഡിന് പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരിത് വേണ്ടെന്ന് എഴുതി കൊടുത്തു. 15,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചായിരുന്നു. ഇവന്മാർ അന്ന് എഴുതി കൊടുത്തു അത് വേണ്ട. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള MPമാർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ല റോഡ് വേണ്ട, ഇവിടുത്തെ ഇന്ധന വിലയും അനുദിനം കൂടിക്കൊണ്ടിരിക്കണം എന്നാണ് അവരുദ്ദേശിച്ചത്. ഈ ഇലക്ഷൻ്റെ കാലത്ത് ഈ മധ്യ കേരളത്തിലെ വോട്ടർമാർ കോൺഗ്രസിന് എന്തിൻ്റെ പേരിലാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം. അങ്ങനെ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇന്ധനത്തിന് വില കുറച്ച് കൊടുക്കണമെന്നാണോ, അതോ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തത് ശരിയായില്ലെന്നാണോ, അതോ ഈ എക്സൈസ് തീരുവയ്ക്കകത്തുനിന്ന് ഈ 10 രൂപ വെച്ച് കുറയ്ക്കരുതെന്നായിരുന്നോ? എന്നതാണ് അയാൾ ഉദ്ദേശിച്ചത്? നമ്മൾ മനസ്സിലാക്കുന്നത് ജനത്തിന് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യരുതെന്നായി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിപ്പം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പറമ്പിൽ കൂടെ ഒന്നും അല്ലായിരുന്നല്ലോ ഈ ഹൈവേ പോകുന്നത്. അത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങി തൊടുപുഴ വഴി വന്ന് എരുമേലി, പത്തനംതിട്ട വഴിയൊക്കെ പോകുന്ന ആ ഹൈവേ മാന്യമായിട്ട് അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ഈ ഏരിയയിൽ എന്നാ വലിയ വികസനം വന്നേനെ. അതിനോട് ചേർന്ന് എന്തുമാത്രം വികസനങ്ങൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച ഈ കൊടിക്കുന്നിൽ സുരേഷ് സത്യത്തിൽ മലയാളികൾക്കൊരു പാരയാണെന്നുള്ളതല്ലേ സത്യം? അങ്ങനെയാണെങ്കിൽ ഇവർ മുന്നോട്ട് എന്നതാ ചെയ്യാൻ പോകുന്നത്? കൊടിക്കുന്നിൽ സുരേഷിനോടും ഇതുകൂട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും പറയട്ടെ, ഇപ്പം ലോകം മുഴുവൻ വലിയൊരു പ്രതിസന്ധി കടന്നു പോവുക, എല്ലാ ജനങ്ങളും ഒരു വല്ലാത്ത അവസ്ഥയെ കടന്നു പോവുക. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ധന വില കൂടാതിരിക്കാൻ അവർക്കിപ്പോൾ ആ എക്സൈസ് തീരുവയൊന്നും കുറച്ച് ഇന്ധന വില കുറയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. ലോകം മുഴുവൻ യുദ്ധമാണെന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ഇപ്പോൾ ഇന്ധനവില ശകലം കൂട്ടി എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇവിടുത്തെ ആൾക്കാരൊന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ആൾക്കാരൊന്നും പറയല. ലോകം മുഴുവൻ ഇന്ധനവില കൂട്ടിയപ്പോൾ അവർക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായം ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ കുറവ് എക്സൈസ് തീരുവയെ വരുത്തിയിട്ട് മാനം മര്യാദയ്ക്ക് നിലവിലുള്ള വിലയിൽ അത് നിർത്തി കൊടുത്തെങ്കിൽ നിങ്ങളും ആ വിലക്കല്ലേ അടിച്ചിട്ട് ഓടി നടന്ന് ലോകം മുഴുവൻ ഇതുകൊണ്ട് പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൊടിക്കുന്നിൽ സുരേഷോട് പറയട്ടെ, ഇതുപോലത്തെ വെളിവില്ലാത്ത വർത്തമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്ങും അടിച്ചു വിടരുതെന്നും ജനത്തിന് ഏപ്രിൽ 30 വരെയെങ്കിൽ ഏപ്രിൽ 30 വരെ കിട്ടുന്ന ഒരു ആനുകൂല്യം അതുങ്ങൾക്ക് കിട്ടട്ടെന്നും ദയവ് ചെയ്ത് വരുന്ന നല്ല പദ്ധതികൾ വേണ്ടാന്ന് കൊണ്ട് എഴുതി കൊടുക്കരുതെന്നും എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറയട്ടെ, ഇതുകൂട്ട് വെളിവില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നവരെ പ്രത്യേകമായി നിയന്ത്രിക്കണമെന്നും പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലത്തെങ്കിലും നിയന്ത്രിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.